Hello. Overview of Linux awk commands എന്ന സ്പോക്കൺ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഈ ട്യൂട്ടോറിയലിൽ ലിനക്സ് awkനെക്കുറിച്ചും ലിനക്സ് awkലെ ട്യൂട്ടോറിയലുകളെക്കുറിച്ചും നമ്മൾ പഠിക്കും. ഈ ട്യൂട്ടോറിയൽ റെക്കോർഡ് ചെയ്യുവാൻ ഞാൻ ഉബുണ്ടു ലിനക്സ് 16.04 ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉപയോഗിക്കുന്നു. ഒരു ഫയലിൽ നിന്ന് ഡാറ്റ തിരയുന്നതിനും എക്സ്ട്രാക്റ്റ് ചെയ്യുന്നതിനും awk ഉപയോഗിക്കുന്നു. നമുക്ക് ഡാറ്റ കൈകാര്യം ചെയ്യുകയും awk ഉപയോഗിച്ച് റിപ്പോർട്ടുകൾ സൃഷ്ടിക്കുകയും ചെയ്യാം. ഏതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പോലെ awkൽ വേരിയബിൾസ്, ഓപ്പറേറ്റർസ് എന്നിവ ഉണ്ട്. കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സ്, ലൂപ്സ്, സിംഗിൾ മൾട്ടി-ഡൈമെൻഷണൽ അറേസ്, built-in functions, user-defined functions എന്നിവ. സെർച്ച് ചെയ്യുന്ന സമയത്ത് ഒരു ഫയൽ റെക്കോർഡുകളുടെ സീക്വൻസ് ആയി കണക്കാക്കും. ഓരോ വരിയും ഒന്നിലധികം ഫീൽഡുകളുള്ള ഒരു റെക്കോർഡായി പരിഗണിക്കപ്പെടും. തുടർന്ന് awk നൽകിയിരിക്കുന്ന പാറ്റേണിൽ സെർച്ച് ചെയ്യുന്നു. ആവശ്യമുള്ള പ്രവർത്തനം ചെയ്യുന്നു. ഇപ്പോൾ ഈ സീരീസിലെ ചില awk ട്യൂട്ടോറിയലുകളിലൂടെ പോകാം. ബേസിക്സ് ഓഫ് awk. awk എന്നതിലെ ചില ബേസിക് ഓപ്പറേഷനുകൾ ഈ ട്യൂട്ടോറിയലിൽ വിശദീകരിക്കുന്നു. പ്രോസസ് ചെയ്ത ഔട്ട്പുട്ട് പ്രിന്റ് ചെയ്യുവാനും റെഗുലർ എക്സ്പ്രഷൻസ് ഉപയോഗിക്കുന്നതും എങ്ങനെയെന്ന് നമുക്ക് ഈ ട്യൂട്ടോറിയലിൽ നോക്കാം. ഒരു ഡെലിമീറ്റർ വാക്കുകളെ പരസ്പരം വേർതിരിക്കുന്നു. ഒരു ഡെലിമീറ്റർ ഒരു സിംഗിൾ വൈറ്റ് സ്പേസ് ആകാം. വേരിയബിൾസ് ആൻഡ് ഓപ്പറേറ്റർസ്. ഇവിടെ നമുക്ക് യൂസർ ഡിഫൈൻഡ് വേരിയബിൾസ് എങ്ങനെ ഉപയോഗിക്കാമെന്ന് മനസ്സിലാക്കാം. വേരിയബിൾ ഇനീഷ്യലൈസേഷൻ, ഓപ്പറേറ്റർസ്, സ്ട്രിംഗ് കൺകാറ്റനേഷൻ, മാച്ചിങ് ഓപ്പറേറ്റർ, awk എന്നതിലെ begin end സ്റ്റേറ്റ്മെന്റ്. നമുക്ക് ഈ ട്യൂട്ടോറിയൽ നോക്കാം. സ്മോൾ a, സ്മോൾ b എന്നിവ കൊണ്ട് യോജിപ്പിച്ചിരിക്കുന്നു. അതിനാൽ സ്ട്രിംഗ് കൺകാറ്റനേഷൻ ഓപ്പറേറ്റർ വെറുതെ ഒരു സ്പേസ് മാത്രമാണ്. built-in വേരിയബിൾസ്. ഈ ട്യൂട്ടോറിയലിൽ താഴെ പറയുന്ന awk എന്നതിലെ built-in വേരിയബിൾസ് വിശദീകരിക്കുന്നു. rs, fs, ors, ofs, nr, nf, argv, argc. ഒരു awk സ്ക്രിപ്റ്റ് എങ്ങനെ എഴുതാമെന്ന് ഈ ട്യൂട്ടോറിയൽ പഠിപ്പിക്കുന്നു. ഈ ട്യൂട്ടോറിയലിന്റെ ഒരു ചുരുക്കം ഇതാ. നോക്കൂ, അവസാനമായി എക്സിക്യൂട്ട് ചെയ്ത കമാൻഡിന്റെ സിംഗിൾ ക്വോട്ട്സിൽ എന്താണ് എഴുതിയത്? prog1.awk ഫയലിന്റെ കണ്ടന്റ് അതേപോലെ തന്നെയാണ്. കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സ്. ഈ ട്യൂട്ടോറിയലിൽ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സ് എങ്ങനെ ഉപയോഗിക്കാമെന്ന് നമ്മൾ പഠിക്കും. awkലെ if, else, else if നമുക്ക് ഈ ട്യൂട്ടോറിയലിൽ നോക്കാം. അടുത്തത് ആറാമത്തെ ഫീൽഡിന്റെ മൂല്യം 8000-നേക്കാൾ കൂടുതലാണോ എന്ന് if സ്റ്റേറ്റ്മെന്റ് പരിശോധിക്കും. ആണെങ്കിൽ രണ്ടാമത്തെ പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും. ലൂപ്സ്. ഇവിടെ awkലെ കണ്ടീഷണൽ ലൂപ്സ് എങ്ങനെ ഉപയോഗിക്കാമെന്ന് നമ്മൾ പഠിക്കും. for, while, do while loop. awk ഉപയോഗിച്ച് സെർച്ച് പാറ്റേൺ പഠിക്കും. ഒന്നോ അതിലധികമോ ഫയലുകളിൽ നിന്ന് ഡാറ്റ പ്രോസസ് ചെയ്യുക. ഈ ട്യൂട്ടോറിയലിൽ നോക്കാം. ഈ കോഡിൽ do ലൂപ്പിനുള്ളിൽ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. അവ ആദ്യം എക്സിക്യൂട്ട് ചെയ്യും. ഇതാണ് ചെക്ക് ചെയ്യേണ്ട കണ്ടീഷൻ. ബേസിക്സ് ഓഫ് സിംഗിൾ ഡൈമെൻഷണൽ അറേ ട്യൂട്ടോറിയലിൽ വിശദീകരിക്കുന്നു. അറേ എലിമെന്റ്സ് അസൈൻ ചെയ്യുന്നത്. ഒരു അറേയിലെ എലിമെന്റ്സ് കാണുക. awk അറേസ് ഇൻഡെക്സ് ചെയ്യുന്നത്. അസോസിയേറ്റീവ് അറേ. ഒരു നിശ്ചിത ഇൻഡെക്സിലെ ഏതെങ്കിലും എലിമെന്റ് ഒരു അറേയിൽ ഉണ്ടോയെന്ന് പരിശോധിക്കുന്നു. ഈ ട്യൂട്ടോറിയലിന്റെ ചുരുക്ക വിവരണം ഇതാ. ഇവിടെ ശ്രദ്ധിക്കുക, അറേ എലിമെന്റ്സ് ഒരേ ക്രമത്തിൽ അല്ല. ഞാൻ ഡേ 3 എന്നതിനു മുൻപ് ഡേ 4 ഡിക്ലെയർ ചെയ്തു. awk അറേസ് ഇൻഡെക്സ് ഒരു തുടർച്ചയായ ക്രമത്തിൽ ആയിരിക്കില്ല. സിംഗിൾ ഡൈമെൻഷണൽ അറേ എന്ന അഡ്വാൻസ് ലെവൽ ട്യൂട്ടോറിയലിൽ വിശദീകരിക്കുന്നത് ഫയലിനൊപ്പം awk അറേ ഉപയോഗിക്കുന്നത്, ഒരു അറേയിലെ എലിമെന്റ്സ് സ്കാൻ ചെയ്യുക, ഫോർ ലൂപ്പിന്റെ പുതിയ വേരിയേഷൻ, ഒരു അറേ എലിമെന്റ് ഡിലീറ്റ് ചെയ്യുക, മുഴുവൻ അറേ നീക്കം ചെയ്യുക, argc, argv എന്നിവയുടെ മൂല്യങ്ങൾ. നമുക്ക് ഈ ട്യൂട്ടോറിയൽ നോക്കാം.
ഡിലീറ്റ് സ്റ്റേറ്റ്മെന്റിൽ ക്വോട്ട്സുകൾക്കും സ്ക്വയർ ബ്രാക്കറ്റുകൾക്കുമൊപ്പം ഇൻഡെക്സ് S02 ഡിലീറ്റ് ചെയ്യുക. ഫയൽ സേവ് ചെയ്ത ശേഷം ടെർമിനലിലേക്ക് പോകുക. awk എന്നതിൽ മൾട്ടി ഡൈമെൻഷണൽ അറേ വിശദീകരിക്കുന്നത് ഒന്നിലധികം ഇൻഡൈസസ് ഉള്ള ഒരു സീക്വൻസ് ഉപയോഗിച്ച് ഒരു എലിമെന്റ് തിരിച്ചറിയുന്നു, ഒരൊറ്റ സ്ട്രിംഗിലേക്ക് യോജിപ്പിക്കുന്നു. awk എന്നതിൽ 2x2 മൾട്ടി ഡൈമെൻഷണൽ അറേ 2x2 മാട്രിക്സിന്റെ ട്രാൻസ്പോസ് സൃഷ്ടിക്കുക. മൾട്ടി ഡൈമെൻഷണൽ അറേ സ്കാൻ ചെയ്യുക. ഫോർ ലൂപ്പ് സ്പ്ലിറ്റ് ഫംഗ്ഷന്റെ കൂടെ യോജിപ്പിക്കുക. നമുക്ക് ഈ ട്യൂട്ടോറിയൽ നോക്കാം. awk സ്ക്രിപ്റ്റിന്റെ ആക്ഷൻ സെക്ഷൻ നോക്കുക. ഇവിടെ നമ്മൾ ഒരു റോവിൽ ഫീൽഡുകളുടെ പരമാവധി എണ്ണം കണക്കാക്കുന്നു. built-in functions ഇതിൽ awk എന്നതിലെ awk built-in functionsനെ കുറിച്ച് പഠിക്കും. arithmetic functions, random functions, string functions, input and output functions, timestamp functions. ഇവിടെ ഈ ട്യൂട്ടോറിയലിന്റെ ഒരു ചുരുക്കരൂപം. ഇവിടെ ടെർമിനലിൽ കാണിച്ചിരിക്കുന്നതുപോലെ കമാൻഡ് ടൈപ്പ് ചെയ്യുക, എന്റർ അമർത്തുക. ഇന്നത്തെ തീയതിയും സമയവും ഔട്ട്പുട്ടായി ടെർമിനലിൽ കാണിക്കും. യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ് ട്യൂട്ടോറിയലിൽ നമ്മൾ പഠിക്കുന്നത് നമ്മുടെ സ്വന്തം ഫങ്ഷൻ എങ്ങനെ സൃഷ്ടിക്കാം. ഫങ്ഷൻ കോൾ, റിട്ടേൺ സ്റ്റേറ്റ്മെന്റ്, റിവേഴ്സ് ഫങ്ഷൻ. ഇവിടെ ഈ ട്യൂട്ടോറിയലിന്റെ ഒരു ചുരുക്കരൂപം. തുടർന്ന് awk സ്ക്രിപ്റ്റിൽ നമ്മൾ $2 അച്ചടിച്ചു. ഇത് രണ്ടാമത്തെ ഫീൽഡ്, അതായത് നെയിം ആണ്. അതിനുശേഷം പാരാമീറ്റർ $6 ഉള്ള ഫങ്ഷൻ changeit stipend കോൾ ചെയ്യുന്നു. ഇതോടെ നമ്മൾ ഈ ട്യൂട്ടോറിയലിന്റെ അവസാന ഭാഗത്ത് എത്തുന്നു. നമുക്ക് സംഗ്രഹിക്കാം. ഈ ട്യൂട്ടോറിയലിൽ നമ്മൾ awk എന്നതിനെക്കുറിച്ചും ഈ പരമ്പരയിലെ awk ട്യൂട്ടോറിയലുകളെക്കുറിച്ചും പഠിച്ചു. താഴെയുള്ള ലിങ്കിലെ വീഡിയോ സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റിനെ സംഗ്രഹിക്കുന്നു. ഇത് ഡൗൺലോഡ് ചെയ്ത് കാണുക. സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റ് ടീം സ്പോക്കൻ ട്യൂട്ടോറിയലുകൾ ഉപയോഗിച്ച് വർക്ക്ഷോപ്പുകൾ നടത്തുന്നു. കൂടാതെ ഓൺലൈൻ ടെസ്റ്റ് പാസ്സാകുന്നവർക്ക് സർട്ടിഫിക്കറ്റുകൾ നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങൾക്ക് എഴുതുക. നിങ്ങൾക്ക് ഈ സ്പോക്കൻ ട്യൂട്ടോറിയലിൽ ചോദ്യങ്ങളുണ്ടോ? ദയവായി ഈ സൈറ്റ് സന്ദർശിക്കുക. നിങ്ങൾക്ക് ചോദ്യമുള്ള മിനിറ്റ്, സെക്കൻഡ് എന്നിവ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ചോദ്യം ഹ്രസ്വമായി വിശദീകരിക്കുക. ഞങ്ങളുടെ ടീമിൽ നിന്നുള്ള ആരെങ്കിലും നിങ്ങൾക്ക് ഉത്തരം നൽകും. സ്പോക്കൻ ട്യൂട്ടോറിയൽ ഫോറം ഈ ട്യൂട്ടോറിയലിലെ പ്രത്യേക ചോദ്യങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. അവയുമായി ബന്ധമില്ലാത്തതും പൊതുവായതുമായ ചോദ്യങ്ങൾ പോസ്റ്റ് ചെയ്യരുത്. ഇത് അവ്യക്തത കുറയ്ക്കുവാൻ സഹായിക്കും. കുറഞ്ഞ അവ്യക്തതയോടുകൂടി നമുക്ക് ഈ ഡിസ്കഷനെ ഒരു ഇൻസ്ട്രക്ഷണൽ മെറ്റീരിയലായി ഉപയോഗിക്കാം. സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റിന് ഫണ്ട് കൊടുക്കുന്നത് NMEICT, MHRD, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്നിവരാണ്. ഈ മിഷനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ താഴെയുള്ള ലിങ്കിൽ ലഭ്യമാണ്. ഇത് IIT ബോംബെയിൽ നിന്നും വിജി നായർ. പങ്കെടുത്തതിന് നന്ദി.